സ്നേഹിതരെ, ക്രൈസ്തവ ജീവിതത്തിലെ ഏറ്റവും തീക്ഷ്ണമായ ആത്മീയ യാത്രയാണ് 50 നോമ്പുകാലം. ഈ ആത്മീയ യാത്രാ കാലഘട്ടത്തിൽ തലശ്ശേരി അതിരൂപത വിശ്വാസികൾക്കായി ഒരുക്കുന്ന മനോഹരമായ ഒരു തീർത്ഥാടനമാണ് 40-ാം വെള്ളി തീർത്ഥാടനം. നമുക്കറിയാം, ഈശോ പാപിയായിരുന്നത് കൊണ്ടല്ല കുരിശെടുത്ത് ഗാഗുൽത്താ മല കയറിയതും കുരിശിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചതും, മറിച്ച് നമ്മൾ പാപികളായതുകൊണ്ടാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 28-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ക്രൂശിതൻ സംസാരിക്കുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. യാക്കോബിന്റെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ അവൻ ദാഹിച്ചത് നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ കുരിശെടുത്തെങ്കിൽ നമ്മൾ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശെടുത്ത് അവനെ അനുഗമിക്കേണ്ടതല്ലേ എന്ന് ഓർത്തു നോക്കാം. ലൂക്കാസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ അനുദിനം നിന്റെ കുരിശെടുത്തെന്നെ അനുഗമിക്കുക എന്ന് ഈശോ ആഹ്വാനം ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി, സകല രോഗ പാപ ശാപ ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് വിമോചനം ലഭിക്കാനായി, നമ്മുടെ പാപങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കായി നമുക്ക് കുരിശെടുത്ത് ഈ 40-ാം വെള്ളി തീർത്ഥാടനത്തിൽ അണിചേരാം. അതിരൂപതയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഹ്രസ്വദൂര തീർത്ഥാടനമാണ് 40-ാം വെള്ളി തീർത്ഥാടനം. എടൂരെന്ന് ചെമ്പേരി ബസിലിക്കയിലേക്ക് മരിയൻ തീർത്ഥാടനത്തിന് 35 കിലോമീറ്ററുകൾ ഉണ്ടെങ്കിൽ, മാലോത്ത് നിന്ന് പനത്തടിയിലേക്ക് സാൻ ജോസ് തീർത്ഥാടനത്തിന് 17 കിലോമീറ്റർ ഉണ്ടെങ്കിൽ, തോമാപുരത്ത് നിന്ന് വെറും 6 കിലോമീറ്റർ ദൂരമാണ് ചെറുപുഴയിലേക്ക് 40-ാം വെള്ളി തീർത്ഥാടനത്തിലുള്ളത്. മേരിഗിരിയിൽ നിന്നും അതുപോലെ തന്നെ ചെറുപുഴ പുളിങ്ങോം ഭാഗത്തു നിന്നും അതിനേക്കാൾ കുറഞ്ഞ ദൂരമേ ഉള്ളൂ. നമുക്കെല്ലാവർക്കും തന്നെ കാൽനടയായി ഈ തീർത്ഥാടനത്തിൽ പങ്കുചേരാവുന്നതേ ഉള്ളൂ. വെള്ളവസ്ത്രധാരികളായി കുരിശെടുത്ത് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് നമുക്ക് നീങ്ങാം ക്രിസ്തുവിൻ്റെ പിന്നാലെ. അവൻ സ്വർഗത്തിലേക്ക്, നിത്യതയിലേക്ക് തീർച്ചയായിട്ടും നമ്മളെ വിശുദ്ധീകരിച്ച് പ്രവേശിപ്പിക്കും എന്ന് വിശ്വസിക്കാം. നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഈ 40-ാം വെള്ളി തീർത്ഥാടനത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു.